പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൊട്ടാരക്കര ടൗണിന് സമീപം മിനർവ തിയേറ്ററിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പട്ടിക വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയും മാറിയ കാലഘട്ടത്തിനനുസരിച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അതുവഴി ആളുകൾക്ക് മെമ്പർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ചേർക്കുവാനൊക്കെ സഹായകരമായ രീതിയിൽ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അജയ് കുമാർ നിർവഹിക്കുന്നതാണ്. ഈ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. എന്നുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. എല്ലാവരുടെയും പരമാവധി ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയമുള്ള സീപ്പ അംഗങ്ങളെ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നാടമുറിച്ച് നിർവഹിച്ചത് നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഇനി അടുത്ത കർമ്മം എന്ന് പറയുന്നത് ഈ സംഘടനയുടെ വെബ്സൈറ്റ് സ്വിച്ച് ഓൺ കർമ്മമാണ്. അതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി സത്യശീലനെ ക്ഷണിച്ചുകൊള്ളുന്നു. സംഘടനാ രംഗത്ത് ഒരു ചുവടുവയ്പ് കൂടി നടത്തുകയാണ്. അതിന് സീപ്പയിലെ എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. കാരണം സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ വ്യവസായ രംഗത്തും ഉൾപ്പെടെ ഈ സീപ്പ കടന്നു വരുന്നു. അതിനായിട്ടാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. സീപ്പയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, പ്രിയമുള്ളവരെ, നമ്മുടെ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുതിയൊരു കാൽവയ്പ്പാണ് ഇന്നു മുതൽ നമ്മൾ തുടങ്ങുന്നത്. സംസ്ഥാനത്തെ പട്ടികജാതി വർഗ വിഭാഗങ്ങളിൽപ്പെട്ട ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബവും സമൂഹവും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പരിധിയിലുണ്ട് എങ്കിലും ഈ രംഗത്തെ കൂടുതൽ ഇറങ്ങിച്ചെന്ന് സംഘടനയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള നമ്മുടെ ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ള നിലയ്ക്ക് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന തരത്തിൽ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സീപ്പ സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനവും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നടന്നിരിക്കുകയാണ്. 2026 ഒത്തിരി പ്രതീക്ഷകളോടാണ് നമ്മൾ ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പട്ടികജാതി വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇതിനൊക്കെ നമ്മളാലാവുന്ന വിധം പരിഹാരമാർഗം ഈ പ്രസ്ഥാനത്തിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഓഫീസും നമ്മുടെ പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകട്ടെ എന്നിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അജയൻ സാർ, ബാക്കി എല്ലാവരും ഈ പ്രസ്ഥാനത്തിലൂടെ പറഞ്ഞതുപോലെ പട്ടികജാതിക്കാരായിട്ടുള്ള എല്ലാവർക്കും നല്ല മുന്നോട്ടുള്ള പുരോഗമനമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകത്ത് എവിടെ ഇരുന്നും വീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വെബ്സൈറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ വെബ്സൈറ്റ് വഴി നമ്മുടെ ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കുവാനും സംഘടനയുടെ കൂടുതൽ ആധികാരികമായ വിഷയങ്ങൾ, ഭരണഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതുവഴി സംഘടനയിൽ അംഗങ്ങളാകാനും കഴിയുന്ന തരത്തിലേക്കാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ മുന്നോട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി കരുത്ത് ആർജിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഓഫീസ് സംവിധാനം നമ്മൾ എടുത്തിട്ടുള്ളത്. ഓഫീസ് സംവിധാനം കേന്ദ്രീകരിച്ച് നമുക്ക് കുറേയധികം ആളുകളെ അംഗങ്ങളാക്കുവാനും അതുവഴി പട്ടിക വിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുവാനും കഴിയുന്ന തരത്തിലേക്ക് സംഘടനയെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള
സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഈ ഓഫീസ് ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത്. ബഹുമാനമുള്ള സീപ്പ അംഗങ്ങളെ, ഇന്ന് 2026 ജനുവരി 1 എന്ന് പറയുന്ന ഈ സുദിനത്തിൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല മഹനീയ അവസരമാണ് ഇന്നിവിടെ സംജാതമായിരിക്കുന്നത്. ആയതിനാൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ പെൻഷൻകാരും ഉദ്യോഗസ്ഥരും ഇതിനോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗ ജനതയുടെ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻകാരുടെ ആ സമൂഹത്തിൻ്റെ ആവലാതികളും പരാതികളും ഒക്കെ പരിഹരിക്കാനും അതിന് വേണ്ടുന്ന ശ്രമങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കിപ്പോൾ നൽകാനുള്ള ഒരു സന്ദേശമായിട്ടുള്ളത്. ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ട് 2026 ജനുവരിയിൽ 1-ാം തീയതി തന്നെ നമ്മൾ തുടങ്ങി എന്ന് വെച്ചാൽ, ഇനി വരുന്ന വർഷങ്ങളിൽ ഇതൊരു തുടക്കമായിക്കോട്ടെ. ഈ തുടക്കത്തിന് നാന്ദി കുറിക്കാൻ ഈ സംസ്ഥാനത്തുള്ള 14 ജില്ലകളിലുമുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അനുസ്യൂതമായ പ്രവാഹവും സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സജീവമായി ഇതിൽ ഇടപെട്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു സംഘടനയായി വളർത്തുന്നതിന് എല്ലാവരുടെയും അക്ഷീണമായ പ്രയത്നങ്ങളും എല്ലാം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും ശുഭദിനവും 2026 പുതുവർഷ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.